അപ്പോൾ നമ്മളിന്ന് മെഗാ ഓഫർ സെയിൽ പാർട്ട് 8 ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് കുറേ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് ഈ പ്രൊഡക്റ്റ് ഒന്നും തന്നെ ക്വാളിറ്റി കുറഞ്ഞ ഫാബ്രിക്കിൽ ക്വാളിറ്റി കുറഞ്ഞ ബീഡ്സ് വെച്ച് ചെയ്തു വന്ന ഐറ്റം ഒന്നും അല്ല കേട്ടോ. അങ്ങനെ കുറേ പേര് തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞ് ലോക്കൽ ക്വാളിറ്റിയിലുള്ള ഫാബ്രിക്കിൽ ലോക്കലായിട്ടുള്ള വർക്കൊക്കെ ചെയ്തിട്ട് ഈ ഒരു റേറ്റിൽ കൊടുക്കാം എന്നുള്ള നിലക്ക് കൊണ്ടുവന്ന ഐറ്റംസ് അല്ല. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ്. എൻ്റെ കയ്യിൽ കിട്ടുന്ന റേറ്റ് സെയിം ആയിരിക്കും. പിന്നെ അതിനുശേഷം ഞാനാണ് തീരുമാനിക്കുന്നത് എത്ര എനിക്ക് പ്രോഫിറ്റ് വേണം. അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു കട്ട് റേറ്റ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ്. അല്ലാതെ കണ്ട് ഇതൊന്നും തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 800 ആ ഒരു റേഞ്ചിൽ വരുന്ന 700 ആൻഡ് എബോവ് 800 റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ഒക്കെയാണ് ഞാനിപ്പോൾ 599 600 ആൻഡ് സംതിങ്ങിനൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ കണ്ട് ഒരിക്കലും അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ക്വാളിറ്റി കുറഞ്ഞ ഐറ്റത്തിൽ കൊണ്ടുവന്ന പ്രൊഡക്ട്സ് അല്ല കേട്ടോ. അത് പ്രത്യേകം ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്, അങ്ങനെ കരുതരുത് എന്നുള്ളത്. അപ്പോൾ ഇന്നും ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ആ ഒരു വുമൻസ് ഡേയുടെ ഡിപ്രഷൻ, ഞാൻ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഡിപ്രഷനെ പറ്റി എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെയിലി കുറേ പേര് എന്നോട് സങ്കടങ്ങൾ പറയാറുണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് അവർ പോയിട്ടുണ്ട് കുറേ പേരൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്രയും പേര്, അതായത് 90% സ്ത്രീകൾ നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്കിടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് പക്ഷെ മറ്റുള്ളവരൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ വിചാരിച്ചിരുന്ന ഇത്രയും കാലം എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളതെന്നാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവർക്ക് കരകയറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ പൂർണ്ണമായും ഒരു രക്ഷയില്ല. എപ്പോഴും നമ്മൾ അതിന്റെ പിടിയിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കും. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഞാൻ അതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഡിപ്രഷനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി അവിടെ ഒരു ചെറിയൊരു കൗൺസിലിങ്ങും യോഗ, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ, അത് എല്ലാവർക്കും അഫോർഡബിൾ ആവാൻ പറ്റുന്ന രീതിയിലും എല്ലാ രീതിയിലും ചെറിയ രീതിയിൽ നമുക്ക് സന്തോഷത്തോടെ, അതായത് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പോലും അതിന് മറികടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു, അതായത് എൻജോയ്മെന്റും അതുപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനും ഗുഡ് ലിസണറായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഞാനിപ്പോൾ അത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, പിന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് കടക്കാം. ഹായ്, ഹലോ, മൈഷേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന ഫ്രം കണ്ണൂർ. അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് കണ്ണൂർ ചെറുകുന്നാണ്. ചെറുകുന്ന് KSCBയുടെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ ആണ് വരുന്നത്. നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കുക. അപ്പോൾ ഇപ്പൊ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് വന്ന് വാങ്ങുന്നുമുണ്ട്. പിന്നെ വാങ്ങുന്നവരൊക്കെ 1, 2, 3 കുർത്തീസ് ഒന്നും അല്ല കേട്ടോ. ദൂരത്തുനിന്ന് വരുന്നവരൊക്കെ 10, 13 കുർത്തീസ് ഒക്കെയാണ് വാങ്ങിയിട്ട് പോകുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുർത്തീസിന്റെ കളക്ഷൻസ് ഒക്കെ കുറഞ്ഞു വരുന്ന ഓരോ ദിവസം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓരോ ദിവസം വിട്ടിട്ടൊക്കെ പിന്നെ ഇത് കൊണ്ടുവരുന്നത്. കാരണം പെട്ടെന്ന് കളക്ഷൻസ് ഒക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറണമല്ലോ. എല്ലാ കുർത്തീസും പുതിയ ന്യൂ കളക്ഷൻസ് ഒക്കെ കയറണം. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഓരോ ദിവസം വിട്ടിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ബ്ലൂമിങ് ജോർജറ്റ് ഫ്ലോറൽ പ്രിന്റിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ. ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സൈസിന്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഇഷ്യൂസും വരില്ല കേട്ടോ. ഈ ഒരു കുർത്തീസൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കളർ ഷെയ്ഡ് പോകുന്നോ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വാഷിൽ തന്നെ ചെറിയ രീതിയിൽ, നമുക്ക് മിക്കവാറും കോട്ടണിലൊക്കെ ഫസ്റ്റ് വാഷ് ചെറിയ രീതിയിൽ കളറ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്വാളിറ്റി പ്രശ്നം കൊണ്ടല്ല കേട്ടോ. അത് ഫസ്റ്റ് വാഷിൽ ചെറിയ രീതിയിൽ പോകും. ഇപ്പൊ ഇവിടുത്തെ കുർത്തികൾ തന്നെയാണ് ഞാൻ എല്ലാം യൂസ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. എനിക്ക് ഇതുവരെ ക്വാളിറ്റി കുറവൊന്നും ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ കുർത്തീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ആവത്തില്ല. എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഓണത്തിന് ഇതിന്റെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റം ആണ്. വി നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തു വന്ന ഫ്രോക്ക് മോഡൽ കുർത്തിയാണ്. സ്ലീവ് പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. പഫിന്റെ എൻഡിലായിട്ട് ഈ ഒരു എന്താ പറയാ, നല്ലൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല രസമാണ്. നല്ല ഭംഗിയുള്ള പഫാണ്. ഒരുപാട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ള പഫ് ഒന്നും അല്ല കേട്ടോ. നല്ല ഒതുങ്ങി നിൽക്കുന്നതായതുകൊണ്ട് നമുക്ക് XXL കൂടി യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല ഭംഗിയാണ്. ചെറിയ പ്ലീറ്റ്സ്, അയൺ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്ലീറ്റ്സ് ഒക്കെ നല്ലോണം കൊടുത്തിട്ട് ഭയങ്കര വല്ലാതെ തടിയുള്ളവർക്കൊക്കെ വല്ലാതെ ഇങ്ങനെ വണ്ണം തോന്നിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ പ്ലീറ്റ്സ് ഒക്കെ അയൺ പ്ലീറ്റ്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ
അധികം തടിയൊന്നും തോന്നിക്കത്തില്ല. ഏത് പ്രായക്കാർക്കായാലും ഏത് തടിച്ചവർക്കായാലും മെലിഞ്ഞവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു കുർത്തി നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ. ഇതിന്റെ ഹാൻഡ് വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിന്റെ ഒരു ഇതാ കണ്ടോ ക്വാളിറ്റി. ഇങ്ങനെയാണ് വരിക. ബ്ലൂമിങ് ജോർജറ്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്, അടിപൊളിയാണ്. നമുക്ക് ഇട്ടാൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. ഇതാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ലെങ്ത് 46.5 ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 154 സെന്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ്. പക്ഷെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഫ്രോക്ക് മോഡൽ ആകുമ്പോൾ നമുക്ക് താഴെ വരെ ഉണ്ടാവുന്നത് നല്ലതാണ്. കുറച്ച് ലെങ്ത്തിൽ കിടക്കുന്നതായിരിക്കും ഭംഗി കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് വരുന്നത്. ബാക്ക് പോർഷൻ നോക്കിയേ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ലാർജ് സൈസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പഫ് നോക്കിയേ. നല്ല ഒതുങ്ങി നിൽക്കുന്ന പഫാണ്. ഇതിൻ്റെ എൻഡ് ലൈറ്റിങ്. സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ. ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഡോറീസ് ഉണ്ടോ? ഡോറീസ് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 599. അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ 599. ഇത്രയും നല്ല അടിപൊളി കളക്ഷൻ കിട്ടത്തില്ല. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതിന്റെ MRP ശരിക്കും 700 and above ഉറപ്പായിട്ടും വരും. അപ്പം മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു വൈൻ പേർപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഷെയ്ഡാണ് ഇതും കാണാൻ വേണ്ടിയിട്ട്. ഇതിലിതാ സെയിം ഫ്ലോറൽ പ്രിന്റ് ആണ്. നല്ല ബ്ലൂമിങ് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത്. വർക്ക് നോക്കിയേ എന്ത് രസമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന്. നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ്. വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ രാവിലെ ഞാനിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് സെയിലായി പോയി കേട്ടോ. ഒരാൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഷോപ്പിൽ വന്നാൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഞാൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ്. ഡബിൾ എക്സൽ സൈസ് ആയിരുന്നു അല്ലേ കൊണ്ടുപോയത്. ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരും. ഡോറീസ് ഇങ്ങനെ വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം. സ്ലീവ് നോക്കി ഇങ്ങനെയാണ് വരിക. സ്ലീവ് ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇതാണ് ഫുൾ വ്യൂ കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരിക. അപ്പൊ ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 599. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അടിപൊളി കളക്ഷൻ ആണ്, മിസ് ചെയ്യരുത്. അതുപോലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. വൈറ്റ് പക്ഷേ അധികം ക്വാണ്ടിറ്റി ഇല്ല. ബ്ലാക്കും ആൻഡ് പേർപ്പിൾ ആണ് കൂടുതലുള്ളത്. വൈറ്റ് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുണ്ട് കാണാൻ. സെയിം തന്നെയാണ് എല്ലാം കേട്ടോ. നല്ല അയൺ ബീഡ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുന്ന പീസിലെ. അതുപോലെ ബാക്ക് പോർഷൻ നോക്കിയ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെയാണ് വരിക. സ്ലീവ് ഇങ്ങനെ വരും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് 38 മീഡിയം സൈസിൻ്റെ സ്ലീവാണിത് കേട്ടോ. ഇങ്ങനെ വരും സ്ലീവ്. നല്ല നല്ല ഭംഗിയുള്ള പഫാണ് കേട്ടോ. ഇങ്ങനെ വരും. ഇപ്പം ലെങ്ത് 46.5 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 599. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പം നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. കുറേ പേര് എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു പ്ലെയിൻ കുർത്തീസിന്, അതായത് ഒരു വർക്ക് മാത്രമല്ല നമ്മുടെ ഒരു ഫ്ലോറൽ പ്രിന്റോ കാര്യങ്ങളോ ഇല്ലാത്ത കുർത്തീസ് കേട്ടോ. പക്ഷെ നമ്മൾ വെറും കോട്ടണിൽ അത് കൊണ്ടുവന്ന ഒരു ഭംഗി കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പ്യുവർ കോട്ടണിൽ കൊണ്ടുവരാൻ ഒരു മടിയായിരുന്നു. ഇത് പോവോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു, അതായത് സെൽഫ് ത്രെഡ് കൊണ്ടുള്ള വർക്കോ എന്തെങ്കിലും ഇല്ലാതെ ഒരു ഭംഗി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ കാലം അതാണ് കൊണ്ടുവരാതിരുന്നത് കേട്ടോ. അപ്പൊ ജോർജറ്റിലാണെങ്കിലും വലിയ കുഴപ്പമില്ല. ജോർജറ്റിൽ പ്ലെയിൻ ആണെങ്കിലും അത് ഭംഗിയായിരിക്കും. കാരണം സ്ലീവ് ഒന്നും ഇല്ലാതെ, സ്ലീവിൽ ലൈനിങ് ഒന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ അതുപോലെയല്ല കോട്ടണിൽ. പ്ലെയിൻ കോട്ടണിൽ നമ്മൾ അതായത് ഇങ്ങനെ വരുമ്പോൾ
ആൾക്കാർക്ക് വാങ്ങാൻ മടിയായിരിക്കും. അപ്പൊ എന്തെങ്കിലും ഒന്ന് സെൽഫായിട്ട് വരുമ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. അപ്പൊ ഒരുപാട് പേര് എൻക്വയറി ചെയ്തു അങ്ങനത്തെ മോഡൽ വേണം, അതായത് നമ്മുടെ ഫ്ലോറൽ പ്രിന്റുള്ള ദുപ്പട്ടക്കൊക്കെ പെയർ ചെയ്യാൻ വേണ്ടി നല്ല രസമായിരിക്കും. ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മളൊരു വൈറ്റിൽ നമ്മുടെ ഒരു പീച്ച് ഈ ഒരു ഷെയ്ഡിലുള്ള നല്ല ഫ്ലോറൽ പ്രിന്റുള്ള ദുപ്പട്ടയിലാണെങ്കിൽ നല്ല രസമായിരിക്കും. അതുപോലെ വൈറ്റ് നെറ്റ് ദുപ്പട്ടയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. വൈറ്റ് പാൻ്റാണ് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല രസമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കുർത്തി ഞാൻ ഒരുപാട് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആക്കിയത് കേട്ടോ. അത്രയും എൻക്വയറി എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല പ്ലെയിൻ കുർത്തീസ് ഒന്നും തന്നെ. അതുകൊണ്ടാണ് കുറേ പേര് ആവശ്യപ്പെട്ടത്. ഞാൻ എപ്പോഴും കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യാറുണ്ട് ഏതൊക്കെയാണ് കുർത്തീസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡായിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ഇതിന് കുറെ കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്ത നല്ലൊരു പിങ്കിഷ് പീച്ചാണ്. നല്ല ഭംഗിയുടെ അഡാറ് കളർ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമാണ്. അതിന്റെ ഈ ഒരു നോക്കിയേ, നമുക്കൊരു പ്ലെയിൻ കുർത്തീസ് ഇട്ട ഒരു ഫീൽ അല്ല, അതിലൊരു സെൽഫ് ത്രെഡ് ചെക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഓൾ ഓവർ കുർത്തീസ് പോയിട്ടുണ്ട്. അതുപോലെ 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ടബിൾ ആണ്. ഈ ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ ഇപ്പം എൻക്വയറി വരുന്ന ഒരു ഐറ്റം ആണ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകും. അതുകൊണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയാണ് വരിക. നല്ല റൗണ്ട് നെക്ക് കൊടുത്ത് ഒരു കട്ടൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഇവിടെ ഒരു പുള്ളപ്പ് ബട്ടൺ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരിക. അപ്പൊ ലെങ്ത് 46 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. അപ്പൊ ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. ഇതാണ് ഇതിന്റെ ത്രെഡ് വർക്ക് എന്ന് പറയുന്നത്. കണ്ടോ, സെൽഫ് ത്രെഡ് ചെക്കായിട്ടാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് ഓൾ ഓവർ കുർത്തീസ്. അത് വീഡിയോയിൽ കാണുന്നില്ലേ, അത് ഇങ്ങനെയാണ് വരിക. ബാക്ക് പോർഷൻ നോക്കി, ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഈ സെൽഫ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ചെറിയ കെട്ടൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് കംഫർട്ടബിൾ ആയവർ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതായി കണ്ടോ, ഇങ്ങനെ സെൽഫ് ത്രെഡ് പോകുമ്പോൾ ചെറിയ കെട്ടൊക്കെ അവിടെ ഇവിടെ ഒക്കെ വീഴും. ഇതിലൊന്നുമില്ല, ചെറിയ ചെറിയ കെട്ട് ചിലപ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം അങ്ങനത്തെ കുർത്തീസ് ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. 399 അത്രയും വർത്താണ് കേട്ടോ. അങ്ങനെ വരും. അപ്പം ലൈനിങ് കാണിക്കാം. ലൈനിങ് വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 399, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, സീം തന്നെയാണ് എല്ലാം വരുന്നത്. 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. കണ്ടോ, ഇതിന്റെ നോക്കി നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഒരു കോട്ടൺ നല്ല രസമുള്ള ഒരു സെൽഫ് ത്രെഡ് വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇതാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരിക. അതുപോലെ ബാക്ക് പോർഷൻ്റെ ഇങ്ങനെ വരും കേട്ടോ. ലൈനിങ് ഇങ്ങനെ വരും. ഇതാണ് ലൈനിങ് വരുന്നത്. അപ്പം മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലെങ്ത് 46 ഇഞ്ചസ് ലെങ്ത്തും വരും. അപ്പോൾ പ്രൈസ് ഓൺലി 399, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. അടിപൊളി കളക്ഷൻ, മിസ് ചെയ്യരുത് കേട്ടോ. അപ്പം നെക്സ്റ്റ് സെയിം പാറ്റേണിൽ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വരിക. നല്ല റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ചെറിയൊരു കട്ടൊക്കെ പ്രൊവൈഡ് ചെയ്ത് അതിലൊരു ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത ഒരു ഐറ്റമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഓരോ കളർ ഷെയ്ഡും നല്ല ഭംഗിയാണ്. പ്ലെയിൻ നോക്കി നടക്കുന്നവർക്ക് സുഖമായിട്ട് കണ്ണടച്ച് വാങ്ങിക്കാം കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ദുപ്പട്ട പെയർ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്ലെയിൻ കുർത്തീസിനോട് താല്പര്യം ഉണ്ടാവുക കേട്ടോ. പക്ഷെ ഭംഗിയും പ്ലെയിൻ കുർത്തീസ് ഇട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ. ഇതാണ് സ്ലീവ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് സ്ലീവ് വരിക. ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ വരും. ഫ്രണ്ട് ഇതാ ഇങ്ങനെ വരും. ലൈനിങ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഇത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 399. 399 അത്രയും വർത്താണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അടിപൊളി കളക്ഷൻ. അപ്പോൾ സെയിം പാറ്റേണിൽ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ഷെയ്ഡാണ്. കോഫി ഷെയ്ഡല്ല, ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരും. സെയിം തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ക്ലോസർ വ്യൂ വരുന്നത്.
ഇതാണ് സ്ലീവ് വരുന്നത് കണ്ടോ. എൻ്റെ കയ്യിലുള്ളത് എക്സൽ സൈസിന്റെ സ്ലീവാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിങ്ങളെ സ്ലീവ്, അതായത് നിങ്ങളെ കൈ നല്ല തടിയുള്ളവരാണെങ്കിൽ അവർക്കൊരു പ്രോബ്ലം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് എക്സൽ സൈസിന്റെ സ്ലീവാണ് ഈ കാണിക്കുന്നത്. ഇതാണ് എക്സൽ സൈസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല വിട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. എക്സൽ ആണ് സൈസ് വരുന്നത്. അപ്പൊ ബാക്ക് പോർഷൻ നോക്കിയേ, ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. ഇതാണ് ലൈനിങ് വരുന്നത്. അപ്പൊ ഇതും ഫുൾ വ്യൂ കാണിച്ചത് ഇങ്ങനെയാണ് വെയർ ചെയ്താൽ ഉണ്ടാവും. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 399, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അടിപൊളി കളക്ഷൻ, മിസ് ചെയ്യേണ്ട. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതും നല്ല രസമാണ് കാണാൻ. ഓരോ കളർ ഷെയ്ഡും നല്ല ഭംഗിയാണ് കേട്ടോ. ഏതെടുക്കുന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെപ്പോഴും ഫ്ലോറൽ പ്രിന്റ്, അല്ലെങ്കിൽ നമ്മുടെ അജ്രക്ക് പ്രിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കലങ്കാരി പ്രിന്റ്, അത് തന്നെയാണ് എപ്പോഴും ഞാനിപ്പോൾ തുടർച്ചയായിട്ട് കാന്ത സ്റ്റിച്ചസ് വരുന്നത്. അങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു വെറൈറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. പ്ലെയിൻ കുർത്തീസ് 399 നിങ്ങൾക്ക് അത്രയും വർത്താണ്. ഇങ്ങനെ വരും. നല്ല ഷെയ്ഡാണ് ഇത്, ബേബി പിങ്ക് ഷെയ്ഡ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പല മോഡല് ദുപ്പട്ട പെയർ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. നല്ല രസമായിരിക്കും കാണാൻ. ഏത് ദുപ്പട്ട വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു കളർ ഷെയ്ഡ് ആ ദുപ്പട്ടയിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. നല്ല രസമായിരിക്കും. ഓർഗൻസ ദുപ്പട്ട വേണമെങ്കിൽ പെയർ ചെയ്യാം. കണ്ടാൽ പോലും മനസ്സിലാവില്ല ഇത് അതിൻ്റെ ഒരു, അതായത് ടോപ്പ് അല്ല എന്നുള്ളത് മനസ്സിലാവാത്ത വിധത്തിൽ നമുക്ക് പെയർ ചെയ്ത് നമുക്ക് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതാണ് പ്ലെയിൻ കുർത്തീസിന്റെ പ്രത്യേകത. ഇങ്ങനെയാണ് വരിക കണ്ടോ. ഇതാണ് ലൈനിങ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അപ്പൊ ഇത് സൈസ് എൻ്റെ കയ്യിലുള്ളത് ലാർജ് കേട്ടോ. ലാർജിൻ്റെതാണ് ഇത്. ലാർജിന്റെ സ്ലീവ് ഇങ്ങനെയാണ് വരും. അപ്പൊ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 399, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. ഒരു ചാർജസും വേറെ ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ നല്ലൊരു വൈൻ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. വൈൻ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ചെറിയ ചെറിയ നൂലുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ ഇങ്ങനെ തട്ടുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഇതാണ് സ്ലീവ് വരുന്നത്. എൻ്റെ കയ്യിലുള്ളത് എക്സൽ ആണ് കേട്ടോ. ഇതാണ് സ്ലീവ് വരുന്നത്. ഇതും നല്ല അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും നമുക്ക് വൈറ്റിൽ തന്നെയുള്ള ഡാർക്കർ കളർ ഷെയ്ഡ് വരുന്ന സമയത്ത് വൈറ്റിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടാസും, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്ക് ബ്ലാക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാർക്കർ ഷെയ്ഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. അതിൻ്റെ തന്നെ ബോട്ടം പെയർ ചെയ്യണം എന്നേ ഉള്ളൂ. മനസ്സിലാവത്ത് പോലും ഇല്ല. ഇതൊന്നും 3 പീസ് ആയിട്ട് വന്നതല്ല എന്നുള്ളത് മനസ്സിലാവത്ത് പോലുമില്ല. നമ്മളെ കഴിവിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നല്ല ബട്ടൺസ് ഒക്കെ അതായത് പുള്ള ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് സ്ലീവ്. ഇപ്പൊ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് ഈ ഒരു കുർത്തിയും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 399, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അപ്പൊ നമുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. എന്താ പറയാ, നല്ല രസമുള്ളൊരു ബ്ലൂ ആണ്. നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ കാണുന്നത് സെയിം തന്നെയല്ല അല്ലേ. നല്ല രസമുണ്ട്. അതുപോലെ റൗണ്ട് നെക്കാണ്. അതിൽ ചെറിയ കട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു ബട്ടൺസും കൂടി, പുള്ള ബട്ടൺസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും ഫുൾ വ്യൂ. നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ റെയർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു നീലപ്പച്ച എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഷെയ്ഡാണിത്. ഇതാണ് സ്ലീവ് വരുന്നത്. എൻ്റെ കയ്യിലുള്ള സൈസ് എക്സൽ സൈസ് ആണുള്ളത് കേട്ടോ. ഇതാണ് എക്സൽ സൈസിലുള്ള കുർത്തി വരുന്നത് കേട്ടോ. ഇത് ഇത്രയും ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്
നമ്മൾ 399 കൊടുക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് സൈസിലൊന്നും ഒരിതും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എക്സൽ സൈസാണ്. അതുപോലെ ലെങ്ത് വരുന്നത് 46 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 399, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അപ്പോൾ ഇത്രയും കുർത്തീസിൽ എല്ലാം നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സും അതുപോലെ ഡാർക്കർ ഷെയ്ഡ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ. ഇത് നമുക്ക് അതായത് വേണമെങ്കിൽ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുക്കാം, ഒരാൾക്ക് തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഒരു ലൈറ്റ് കളർ ഷെയ്ഡും എടുക്കാം. മനസ്സിലാവത്തുമില്ല, അത്ര അടിപൊളിയാണ് കേട്ടോ. മിസ് ചെയ്യണ്ട. അപ്പം വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് കൊണ്ട് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് കേട്ടോ. അതും കാന്ത കോട്ടണിലാണ് വന്നിരിക്കുന്നത്. പ്രീമിയം ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള അത്രയും നല്ല 3 കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഒരു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. നല്ലൊരു പ്രിന്റാണ് ഇതിൽ പോയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് പോയിട്ടുള്ളത്. അതുപോലെ സാധാരണ കാണുന്ന ഒരു വ്യത്യസ്തമായ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. കുറച്ച് അപ്പർ പോർഷനിലായിട്ടാണ്, ഈ ഒരു ചെസ്റ്റ് പോർഷനിലായിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു ഓവർലാപ്പ് കണ്ടോ, പ്ലീറ്റ്സ് കൊടുത്ത് ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. എ-ലൈൻ കട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, സ്ലിറ്റഡ് അല്ല. ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം. അതുപോലെ പോട്ട്ലീസ് ആണ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്ക്, വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് ഇല്ല. ഹാഫ് ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 60 കോട്ടണിലും അതുപോലെ നമ്മുടെ കാന്ത കോട്ടണിലൊന്നും നമുക്ക് ഈ ഒരു ലൈനിങ്ങിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. ലൈനിങ് വരുമ്പോൾ വല്ലാതെ ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് വരും കേട്ടോ. കുറച്ച് നല്ല ഇതായിട്ട് നിൽക്കണം എന്നുള്ളവർക്ക് ലൈനിങ് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ. ഈ ഒരു നല്ല ഫാബ്രിക്കിൽ കേട്ടോ. നോർമലി ഉള്ള കോട്ടണിലൊക്കെ ലൈനിങ് വേണം, ഇല്ലെങ്കിൽ അത് വല്ലാതെ എന്താ പറയുക, ഒരു വാഷിൽ തന്നെ നല്ലോണം മോശമായി പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ലൈനിങ് അത്യാവശ്യമായിട്ട് വരും. പക്ഷെ നല്ല കോട്ടണിലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് പുറത്തുനിന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിൽ നമുക്ക് ലൈനിങ് കൊടുക്കാറില്ല. അതായത് നമ്മുടെ പുറം നാട്ടിൽ നിന്നൊക്കെ വരുന്നതിൽ നല്ല 60 കോട്ടണിലൊന്നും ലൈനിങ് തീരെ കൊടുക്കാറില്ല കേട്ടോ. ഇങ്ങനെയാണ് വരും. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ. അപ്പൊ ഇതിന് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് വേറെ ചെയ്തപ്പോൾ ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് വേറെ ചെയ്യുമ്പോൾ മനസ്സിലാവും ഓരോന്നിന്റെ സൈസിൻ്റെ ഇത്. അപ്പൊ ഇത് എപ്പോഴും നിങ്ങൾ 1 സൈസ് അപ്പ് എടുക്കുക കേട്ടോ ഈ ഒരു കുർത്തീൻ്റെ. കാരണം എനിക്ക് അതായത് ഹെവി ബസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ചെസ്റ്റ് പോർഷൻ കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ 1 സൈസ് അപ്പ് എടുക്കുക. ഇനി ഹെവി ബസ്റ്റ് ഉള്ളവർ കൃത്യമായിട്ട് മെഷർമെന്റ് ചോദിച്ച് മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അല്ലാതെ നോർമൽ ഉള്ളവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ ബാക്കിൽ ക്ലിപ്പ് ചെയ്തുകൊണ്ടാണ് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. മീഡിയം ഉള്ളവർ ലാർജ് എടുക്കുക, ലാർജ് ഉള്ളവർ എക്സൽ എടുക്കുക, സ്മോൾ ഉള്ളവർക്ക് മീഡിയം എടുക്കാവുന്നതാണ്. അത്രയും നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഹെവി ബസ്റ്റ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് കേട്ടോ. ഇതിപ്പം സൈസ് വരുന്നത് 44 ആണ്. കുറച്ച് ഷേപ്പ് ചെയ്തിട്ടാണ് കുർത്തി വരുന്നത് കേട്ടോ. കണ്ടോ, ഷേപ്പ് ചെയ്തിട്ട് വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. കണ്ടോ, ഇത് ഡബിൾ എക്സൽ ആണ്. സ്ലീവ് നോക്കിയേ, സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. എന്താ പോട്ട്ലീസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരിക. ഇതിന്റെ ഒരു സ്റ്റിച്ചിങ്ങിന്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ ബസ്റ്റിന്റെ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം. സ്റ്റിച്ചിങ് അപ്പർ പോർഷനിലാണ് വരുന്നത്, അവിടുന്നാണ് പിന്നെ ബാക്കി ഷേപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞത്, ശ്രദ്ധിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. കൃത്യമായിട്ട് ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. സൈസ് ഇഷ്യൂസ് വളരെ കുറവാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് പൈസ കൊടുത്തൊരു സാധനം കയ്യിൽ വാങ്ങി വെച്ചിട്ട് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്, നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിയുള്ള ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് 485 ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. നല്ല മീഡിയം ടു ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ, അധികം ക്വാണ്ടിറ്റി ഇല്ല ഈ ഒരു ഐറ്റം. അതുകൊണ്ട് തന്നെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് ബ്ലൂ ആണ്. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അടിപൊളി ബ്ലാക്ക് കളർ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക കേട്ടോ.
ഇതിപ്പോൾ ലാർജ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ലാർജ് സൈസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതാണ് സ്ലീവ് വരുന്നത്. ഇതാണ് പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ ലോവർ പോർഷൻ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്, അപ്പർ പോർഷൻ ലൈനിങ്ങിലാണ് വരുന്നത്. ഈ ഒരു ചെസ്റ്റ് പോർഷനിലാണ് ഈ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ട്ലീസ് കൊടുത്തിട്ടുണ്ട്, വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമലി കാണാത്ത ഒരു അടിപൊളി ഐറ്റമാണ്. സെന്ററിൽ ഈ ഒരു എന്താ പറയുക ഓവർലാപ്പ് ചെയ്ത് പ്ലീറ്റ്സ് കൊടുത്ത് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. ഇത് കയ്യിലുള്ളത് ലാർജ് സൈസ്. അപ്പം മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 485, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ്, കോഫി ഷെയ്ഡാണ്. അതിൽ വൈറ്റ് അല്ല അതിൻ്റെ പ്രിന്റ് വരുന്നത്. ഓക്കെ, നല്ലൊരു ക്രീം ഷെയ്ഡാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡിലാണ് അതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കാന്ത കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ പോട്ട്ലീസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരിക. തേർഡ് കളർ ഷെയ്ഡ് നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുള്ള സൈസ് ഡബിൾ എക്സൽ. ഇങ്ങനെ വരും. അപ്പം ഇതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പ്രൈസ് ഓൺലി 485, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. അത്രയും അടിപൊളി കളക്ഷനാണ്, നല്ല പ്രിന്റാണ്, മിസ് ചെയ്യേണ്ട കേട്ടോ. അപ്പം നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ഹൈ കോളർ നെക്ക് കുർത്തിയാണ്. ഇതിന്റെ തന്നെ ഈ ഒരു ഫാബ്രിക്കിൽ, അതായത് നല്ല 60 കോട്ടണിൽ, സോഫ്റ്റ് കോട്ടണിൽ വരുന്ന കുർത്തീസ് ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഈ ഒരു പാർട്ടിലായിട്ട് ഞങ്ങൾ ഈ ഒരു നമ്മുടെ എന്താ പറയാ ചിക്കൻ കാരി പാച്ചായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിന്റെ തന്നെ ഹൈനെക്കാണ് വരുന്നത് കേട്ടോ. അതിന്റെ ലോവർ പോർഷനിലുള്ള ഫാബ്രിക്കിന്റെ ഹൈനെക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. 430 മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ. അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ 60 കോട്ടണിലായിട്ട് പോലും ഇതിന് നമ്മൾ ലൈനിങ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരിക സ്ലീവ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള സൈസ് എന്ന് പറയുന്നത് 42 ആണ് കേട്ടോ. എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് വരിക. നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ. ഇതാണ് ലൈനിങ് വരുന്നത്. പോട്ട്ലീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ഐറ്റം. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 430, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇതിപ്പം മീഡിയം, എക്സലും ഈ രണ്ട് സൈസിലാണ് അവൈലബിൾ ആക്കി. ലാർജും എക്സലും ആണ് കേട്ടോ. ഇത് രണ്ട് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ലെങ്ത് 46 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരിക. സെയിം തന്നെയാണ് എല്ലാം വരുന്നത്. ഇതൊക്കെ സിംഗിൾ പീസസ് ആണ്. ഒരൊറ്റ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. നല്ല അടിപൊളി കളക്ഷനാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ വരുന്നത്. ഇതാണ് ലൈനിങ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇപ്പം ലെങ്ത് 46 ഇഞ്ചസ് ആണ് ലെങ്ത് വരുന്നത്. ഹൈ കോളർ നെക്കാണ് കുർത്തി വരുന്നത്. പോട്ട്ലീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ. 3/4 സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഇത് ആകെ മീഡിയം മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ അത്രയും അടിപൊളി കളക്ഷൻ ആണ്. അതുപോലെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഉജാല ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. സെയിം തന്നെയാണ് എല്ലാം വരുന്നത്. ലെങ്ത് 46 ഇഞ്ചസ് ആണ്. ഇതും സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം സൈസ് മാത്രമാണ് കേട്ടോ. മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. 430, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. അടിപൊളി കളക്ഷനാണ്. ലൈനിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. എല്ലാം സെയിം ആയതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് കാണിച്ച് പോകുന്നത്. ഇങ്ങനെയാണ് വരിക. സോ പറഞ്ഞല്ലോ മീഡിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രൈസ് ഓൺലി 430, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ്. കൊണ്ടുവന്നിരിക്കുന്ന ഡാമേജ് സെയിലാണ് കേട്ടോ. ഞാൻ ഇനി എല്ലാ ദിവസവും കുറച്ച് ഡാമേജ് സെയിൽ കൂടി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഡാമേജ് സെയിൽ എന്നിട്ട് വേറെ തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഡാമേജ് സെയിലും കൂടി നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഇന്ന് ഞാൻ കുറച്ച് ഐറ്റമേ കൊണ്ടുവന്നിട്ടുള്ളൂ. നമ്മൾ സാധാരണ ഡാമേജ് പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മാനുഫാക്ചേഴ്സിനടുത്ത് തിരിച്ച് അയക്കാറാണ് പതിവ്. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച്
നമ്മൾ നോക്കിയിട്ട് നല്ല ഡാമേജ് ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കും, വേണ്ടുന്നവർ പർച്ചേസ് ചെയ്തോട്ടെ, അല്ലാത്ത പക്ഷം ഞാനത് തിരിച്ചയക്കും, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ലൊരു ആലിയ കട്ടാണ് കേട്ടോ. ആലിയ കട്ടിൽ ഇതിൽ ഡാമേജ് എന്നൊന്നും പറയാനില്ല, ചെറിയ രീതിയിലൊരു കരി പോലെ ഉണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു കരി പോലെ ഉണ്ട്, ഇതാണ് ഇതിന്റെ ഡാമേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചായിട്ടാകുമ്പോൾ നമ്മളത് ഒന്നുകിൽ ഡാമേജ് സെയിൽ കൊടുക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അത് പോകുന്നില്ലെങ്കിൽ ഞങ്ങളിത് തിരിച്ച് അയക്കും കേട്ടോ. ഇങ്ങനെയാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാമേജ് ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 299 ആണ് കേട്ടോ. 299 ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഡാമേജ് ആയതുകൊണ്ട് ആലിയ കട്ടാണ് വരുന്നത്. ഇത് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വരിക. ഈ ലോവർ പോർഷനിലായിട്ട് ഈ ഒരു കസവ് ബോർഡർ ഒക്കെ കൊടുത്ത ഒരു ആലിയ കട്ട് കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. വീനക്ക് കൊടുത്തിട്ട് സ്ലീവ് നോക്കി, സ്ലീവ് 3/4 സ്ലീവാണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ ഹെമ്മിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 299 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇടാം കേട്ടോ. അത്രയും അടിപൊളി കളക്ഷനാണ്. ഇത് നമുക്ക് വാഷ് ചെയ്താൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ കാണിക്കാം. വാഷ് ചെയ്താൽ പോകും. ഇനിയിപ്പോൾ കറ കളയുന്നതൊക്കെ എല്ലാം നമുക്ക് കിട്ടാനുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടും അത് പോകും കേട്ടോ. അപ്പോൾ 299 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്, ഇത് ഞാൻ 2 ദിവസം മുമ്പേ കൊണ്ടുവന്ന കുർത്തിയാണ്. അപ്പം ഞാനിത് ഡാമേജ് കണ്ടതുകൊണ്ട് അയച്ചിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഒരു ഡാമേജ്, ഞങ്ങൾ കണ്ട ഡാമേജസ് ഒന്നും അയക്കാറില്ല, എല്ലാം തന്നെ ഞങ്ങൾ മാറ്റി വെക്കാറാണ് പതിവ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റായിട്ട് ആവശ്യപ്പെടുന്നത് കേട്ടോ. ഡാമേജ് കുർത്തീസ് ഒന്നും തന്നെ ഇവിടുന്ന് നമ്മൾ അയക്കാറില്ല. നമ്മൾ അപ്പം തന്നെ അവരെ അറിയിക്കാറുണ്ട് ഇങ്ങനെ ഡാമേജ് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എന്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിലും മാത്രമേ റിട്ടേൺ എടുക്കാറുള്ളൂ. ഇവിടെ ഒരു ഫ്രണ്ട് പോർഷനിലാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെ കണ്ടോ ഒരു പിന്നിയ പോലെ കാണുന്നുണ്ടോ? ഇവിടെ ഒരു കുറച്ച് പിന്നിയ പോലെയുണ്ട്. അതുപോലെ വേറെ എവിടെയോ കൂടി ചെറിയ രീതിയിൽ ഉണ്ട് പിന്നിയ പോലെ. ഞാൻ കാണുന്നില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയ രീതിയിൽ പിന്നിയ പോലെയുണ്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് ചെറിയ രീതിയിൽ പിന്നിയ പോലെയുണ്ട്. അത് കാണാൻ വളരെ ചെറുതാണ് കേട്ടോ. ഇവിടെയും ഉണ്ട്. ഇത് XL സൈസ് ആണ് കേട്ടോ. ഹൈനെക്കാണ് വരുന്നത്, XL സൈസ് ആണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 299 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത്, ഈ ഒരു ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ 299 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇങ്ങനെയാണ്. ഇത് ബാക്ക് പോർഷനിൽ പെട്ടെന്ന് ആ ഒരു ഡാമേജ് കാണത്തില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ 299. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഇന്നലെ കൊണ്ടുവന്ന കുർത്തിയിലുണ്ടായ ഡാമേജ് ആണ് കേട്ടോ. ഇതാണ് കണ്ടോ, ഒരു ലൈന് കണ്ടോ. ഇത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ഉണ്ടായിട്ടുള്ളൂ. ലൈൻ കാണുന്നുണ്ടോ? ഈ ഒരു ലൈനാണ് ഇതിന്റെ ഡാമേജ് വരുന്നത്. ഇന്നലെ കൊണ്ടുവന്ന ഞങ്ങളുടെ ഈ ഒരു കുർത്തിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്, ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് 320 ആണ് കേട്ടോ. 320 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ തന്നെ വേറൊരു ഡാമേജ്, ഇതിൽ തന്നെ നല്ലൊരു ആ ഒരു ഷെയ്ഡിലുള്ള കണ്ടോ, ഇവിടെ ചെറിയൊരു ലൈൻ വന്നിട്ടുണ്ട്. ഇതും ഡാമേജ് ആയിട്ട് വന്നതാണ് കണ്ടോ. ഇങ്ങനെയാണ് വരിക. ഈ ലൈൻ വന്നത് കൊണ്ട് തന്നെ ഇതിന്റെയും പ്രൈസ് 320 ആണ് കേട്ടോ. കണ്ടോ, ആണ് ഇവിടെ കുറച്ചുണ്ട് കേട്ടോ. അവിടെ മാത്രല്ല, ഇപ്പൊ ഞാൻ കണ്ടേ കണ്ടോ, ഇങ്ങനെ കുറച്ചുണ്ട്. അങ്ങനെ തിരിയൊന്നുമില്ല, അത് അതിന്റെ പ്രിന്റ് ആയിട്ട് മാത്രമേ നമുക്ക് തോന്നൂലൂ. ആ പ്രിന്റ് അപ്പുറത്തേക്കൊന്ന് വലിഞ്ഞു പോയതാണെന്നേ തോന്നൂലൂ. കണ്ടോ, താഴെ കണ്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് കോട്ടണിൽ വന്ന കുർത്തിയായിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഏകദേശം 445 റേഞ്ചിൽ കൊണ്ടുവന്ന കുർത്തിയാണ്. ഇപ്പൊ ഇതിന്റെ റേറ്റ് ഇത്രയും ഡാമേജ് ആയതുകൊണ്ട് തന്നെ 320 ആണ്. ഇത്രയും ഡാമേജ് ഒന്നും പറയാനില്ല, ആ ലൈന് വീണത് കൊണ്ട് തന്നെ 320 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കോട്ടൺ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത്
ഞാൻ മുമ്പേ കൊണ്ടുവന്ന ഒരു ഐറ്റം ആയിരുന്നു. അതിൽ ഈ ഒരു ബീഡ്സും മിസ്സിംഗ് ആണ്. അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു കേട്ടോ കുറച്ച് ഇതായിട്ടുണ്ട് കണ്ടോ, കത്തിപ്പോയിട്ടുണ്ട്, ഇങ്ങനെ കത്തിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുർത്തിയും നമ്മളിപ്പോൾ കൊടുക്കുന്നത് 345 ആണ് കേട്ടോ. സാധാരണ ഞാൻ ഇതൊന്നും കാണിക്കാറില്ല, ഇതൊക്കെ ഞാൻ തിരിച്ചേക്കാറാണ്. പക്ഷെ ജസ്റ്റ് ഒന്ന് വേണ്ടുന്നവർ ഇവിടെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ വേണ്ടുന്നവർ പർച്ചേസ് ചെയ്യുന്നതിന് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഒന്നുകൂടി ശരിക്ക് കാണിച്ചോ. അതുപോലെ ഒരിടത്ത് ബീഡ്സ് മിസ്സിങ് കൂടി ഉണ്ട് കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇതിന്റെ റേറ്റ് 345, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇവിടുന്ന് കണക്ട് ചെയ്തിട്ട് ബീഡ്സ് വർക്കോ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ അവിടെ ചെയ്തു കൊടുക്കാൻ പറ്റും കേട്ടോ. ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചോന്നേ ഉള്ളൂ. ആരെയും ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും കാണിക്കുന്നതല്ല. വേണ്ടുന്നവർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് വരിക 345, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹക്കോബയാണ് കേട്ടോ. ഇതും 299 ആണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഞാൻ സിംഗിൾ സെറ്റ് അവൈലബിൾ ആക്കിയതായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. വർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എന്താ പറയാ നമ്മുടെ, അതായത് നമ്മളിങ്ങനെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് വർക്ക് വരുന്നില്ലേ, പാച്ച് അറ്റാച്ച് ചെയ്ത് അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരുന്നില്ലേ, ഒരു ചെറിയൊരു പാച്ച് ഉണ്ടായിരുന്നു ഇവിടെ. ആ പാച്ച് അവിടുന്ന് പറഞ്ഞു പോയി. അതാണ് പറ്റിയത് കണ്ടോ. ഇവിടെ ഒരു വർക്കോട്, അതായത് ബീഡ്സ് വർക്കോട് കൂടി വന്ന ഒരു പാച്ച് ഇവിടെ ഉണ്ടായിരുന്നു. ആ പാച്ച് അവിടുന്ന് പറഞ്ഞു പോയത് കൊണ്ട് അവിടെ ചെറിയ രീതിയിൽ ഇതാ കണ്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു പാച്ച് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതാണ്. എല്ലാന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് വർക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ല താല്പര്യമുള്ളവർ, നല്ല കഴിവുള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതും 299, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു കുർത്തി നമുക്ക് 299 ഒക്കെ കിട്ടുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ചെയ്യാം. നല്ല കുർത്തിയാണ് ഇതൊക്കെ കേട്ടോ. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ഹക്കോബയാണ് കണ്ടോ. ആ ഒരു പ്രശ്നം കൊണ്ടാണ് വേണ്ടുന്നവർ പർച്ചേസ് ചെയ്തോളൂ. ഇങ്ങനെയാണ്. ചിലരൊക്കെ നല്ല രീതിയിൽ അത് ഇങ്ങനെ വരും. ചിലരൊക്കെ നല്ല ഭംഗിയിൽ ചിലപ്പോൾ ചെയ്തു വെക്കും കേട്ടോ. ഇങ്ങനെയുള്ള കുർത്തീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ളവരൊക്കെ നല്ല ഭംഗിയിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ വർക്കൊക്കെ ചെയ്ത് അതങ്ങ് ഫിനിഷ് ചെയ്ത് വെക്കും, നമുക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ വാങ്ങിയിട്ട് അവർക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ചെയ്യുമ്പം അവർക്കും കൂടി ഒരുപാട് ഉപകാരമാവും. ചിലർക്ക് വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ ചെറിയ റേറ്റിന് വാങ്ങിയിട്ട് അവർക്ക് ചെറിയ രീതിയിൽ ഇതൊക്കെ ചെയ്ത് വെച്ച് അവർക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ. സൈസ് വരുന്നത് ലാർജ് ആണ് കേട്ടോ. ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് ലാർജ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് 299 കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച കുർത്തികളിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ നമ്പറിലേക്ക് അയച്ചു തരിക. കൂടാതെ സൈസ് ഇഷ്യൂസ് ഒന്നും തിരിച്ചിരിക്കുന്നതല്ല കേട്ടോ. സൈസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. കോട്ടൺ ആണെങ്കിൽ 1 സൈസ് അപ്പ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല സൈസ് ഒരു പ്രശ്നമായിട്ട് വീട്ടിൽ ഞങ്ങൾ കുർത്തീസ് അവിടെ വെക്കാന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല റേറ്റിൽ നല്ല പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ പോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തേനെ. പക്ഷെ ഇത് എനിക്ക് കൂടുതൽ നഷ്ടത്തിന്റെ മുകളിൽ നഷ്ടമാണ് വരിക കേട്ടോ. അതുകൊണ്ടാണ് സൈസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയാൽ ഉടനെ തന്നെ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കേണ്ടതാണ് കേട്ടോ. കട്ട് ചെയ്യാത്ത ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കണം. കൂടാതെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന, കുർത്തി കട്ട് ചെയ്യുന്നത് തൊട്ട്, കുർത്തിയിൽ ആ ഒരു പാക്ക് കവർ കട്ട് ചെയ്യുന്നത് തൊട്ട് ആ കുർത്തി കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് അതിലുണ്ടായിരിക്കണം, ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല പറയുന്നത്. ഒരുപാട് ഞാൻ പണി വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടുന്ന് ഷോപ്പിൽ നിന്നാണ്, ഓൺലൈനിൽ ഞങ്ങൾ അത്രയും ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഷോപ്പിൽ നിന്ന് തന്നെ ഓരോരോ ആൾക്കാർ എല്ലാം ഇട്ട് എല്ലാം നല്ലോണം ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്തിട്ട് പോകും.
പിന്നെ അവർ യൂസ് ചെയ്തിട്ട് അവിടുന്ന് എന്തെങ്കിലും ഇതായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. ഞങ്ങൾ ഷോപ്പിലായാലും അത്യാവശ്യം നോക്കിയിട്ട് തന്നെയാണ്, ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കയറ്റുന്നത്. പക്ഷെ പറഞ്ഞിട്ട് എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പിൽ റിട്ടേൺ റീഫണ്ട് കൊടുക്കാറില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുത്തിട്ട് പോകണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. കാരണം ഒന്നാമത് കുർത്തീസ് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിലില്ല, അതുപോലെ തന്നെ ഓൺലൈനിലും ഇല്ല കേട്ടോ. അങ്ങനെ കറക്റ്റ് ഡിഫക്റ്റ് ഉണ്ട് എന്നുള്ളത് ഷോപ്പിൽ വന്നവർക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പണിംഗ് വീഡിയോ തരുന്നു. നിങ്ങളത് കറക്റ്റ് നോക്കുക, ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ റിട്ടേൺ ചെയ്ത് തരും, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു കളക്ഷൻസ് ഒക്കെ അധികം വൈകാതെ വരും കേട്ടോ. ഞങ്ങൾ അവൈലബിൾ ആക്കും. അപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കുറേ പേര് ഇപ്പം തന്നെ ചോദിക്കാൻ തുടങ്ങി. ഹാഫ് സാരിക്കും മറ്റുള്ളതിനൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ആ ഒരു കാര്യത്തിൽ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇത്ര വരെ എത്തിച്ചത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.